ഹലോ, എല്ലാവർക്കും ചാരു സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഏതാ ബൈക്കിളെന്ന് മനസ്സിലായോ? നമ്മുടെ നെമ്മാറ വല്ലങ്ങി വേലിക്ക് പാർക്ക് ചെയ്തിട്ടിപ്പോൾ ഒരു ബസ് വന്നിട്ട് ഈ ഒരു സൈഡ് കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റാണ്, 2023 മോഡല്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യണത് നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് ആയതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസിൽ തന്നെയാണ് ഈ ഒരു വാഹനം പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ റാമ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ, ആ ലിഫ്റ്റിൽ. അപ്പോൾ ഈ ഒരു കുറച്ച് വലിച്ചെടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ വലിച്ചെടുത്തിട്ട് കട്ടർ കൊണ്ട് മൊത്തം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗം മുഴുവനായിട്ടേ കട്ടർ ഉപയോഗിച്ച് നമ്മൾ മൊത്തമായിട്ട് ഇങ്ങോട്ട് കട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗമാണ് നമ്മളിനിപ്പോൾ ഇവിടെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി വെച്ച് നമ്മൾ ഇനി ഒന്ന് വെൽഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ കാണാം എത്രത്തോളം ഭംഗിയിലാണ് നമ്മളിവിടെ പണിയെടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് പാലക്കാട് കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സിലാണ് കേട്ടോ. അപ്പോൾ നോക്കാം. ഇതിൽ മാറ്റിയിരിക്കുന്ന പാർട്സുകൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡോറ് അത് മൊത്തമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലൊരു പാനൽ കണ്ടോ, ആ ഒരു പാനൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അടിയിൽ വരുന്ന ആ ഫെൻഡർ അത് നമ്മൾ പാതി വെച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ടൈലാമ്പ് പിടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല, അതിനാണ് നമ്മളത് മാറ്റണത്. അപ്പോൾ ബാക്കിയെല്ലാം അലൈൻമെൻ്റ് എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെൽഡ് ചെയ്യാം. മിഗ് വെൽഡിംഗ് ആണ് കേട്ടോ നമ്മളിവിടെ ചെയ്യണത്, ഗ്യാസ് വെൽഡിങ്ങും ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു വെൽഡിങ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് പിന്നെ തുരുമ്പ് വരില്ല എന്നുള്ളതാണ്. നമ്മൾ ഗ്യാസ് കട്ടറാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളിലൊക്കെ തുരുമ്പ് വരാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു മിഗ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തുരുമ്പ് വരില്ല കേട്ടോ. അപ്പോൾ മാരുതി എക്വിപ്മെൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എല്ലാ വർക്കുകളും ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് വെൽഡിങ് ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതേ ഈ ഒരു ടൈലാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വെൽഡിങ് ഏകദേശം പാതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടി സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിക്കിയുടെ ഗ്യാപ്പും കൂടി കറക്റ്റ് ചെയ്യാനുണ്ടേ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് അതും കൂടി നോക്കാം. കാണിക്കാം. ഹോൾ ഇട്ടിരിക്കുന്നത് അത് മറ്റേ ഇത് അത് വീഡിയോ ഇതൊന്നും ക്ലാസ്സിലാണ്. ഞാൻ ഇപ്പോൾ കട്ടായില്ലേ? അപ്പോൾ നമ്മൾ
ഫുള്ളായിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതിനെ ഗ്രൈൻഡ് ചെയ്തടക്കം നമ്മൾ കളഞ്ഞ് റെഡിയാക്കിയിട്ടാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കാം. പെയിൻറ്റിങ് സെക്ഷനിലേക്കാണ് ഇനി അടുത്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും വീണ്ടും അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗങ്ങളിലാണ് മൊത്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് നല്ലൊരു ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പുട്ടിയൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. പുട്ടിയെല്ലാം ഫിനിഷിങ് ആയിട്ടുണ്ട്. പ്രൈമർ നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വല്ല എയർ അടിച്ചിട്ട് മൊത്തം കളയട്ടോ, അല്ലെങ്കിൽ ഡസ്റ്റ് അതുപോലെ വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് എയർ അടിച്ചിട്ട് നമ്മൾ കളയുന്നുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റിങ് ബൂത്തിൽ വെച്ചിട്ടാണ് നമ്മളത് പെയിൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഡോറൊക്കെ അഴിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്ക് ബമ്പറും കൂടി ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡിക്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് ഈ ഒരു പെയിൻറ്റ് ബൂത്ത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അടിച്ചത് കേട്ടോ. രാത്രി സമയമാണ് അടിച്ചത്, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം കാലത്ത് ബൂത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ടുള്ള ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ട, പെയിൻ്റ് അടിച്ച് ക്ലിയർ അടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഈ ഒരു ഡോറൊക്കെയാണ് ഇനി നമ്മൾക്ക് ഫിറ്റിങ്സിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫെൻഡറിൽ അടിച്ചിട്ടില്ല, 2 ഡോറ് അതിൻ്റെ അടിവശം കണ്ടോ, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ബമ്പർ കണ്ടോ, പെയിൻ്റ് അടിച്ച് നമ്മൾ ഹീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി പിറ്റേ ദിവസമാണത് പുറത്തെടുത്ത് വെച്ചത് കേട്ടോ. വേറെ വണ്ടികൾ അടിക്കാനായിട്ടേ കണ്ട, ഈ ഒരു കണക്കിനാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ആയിട്ടില്ലേ വർക്ക്. ഇത് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു അലൈൻമെൻറ്റൊക്കെ കറക്റ്റായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് പോലും ഇല്ല കേട്ടോ. നോക്കിക്കോളി, ഇങ്ങനെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുക കേട്ടോ. നല്ല സെറ്റപ്പായിട്ടാണ് വർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വാഹനം വാഷിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇനി ഒന്ന് പോളിഷൊക്കെ ചെയ്തിട്ട് ഒന്ന് എടുക്കാം. പോളിഷിങ്ങും കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. കണ്ട, നമ്മൾ ഏത് ഭാഗത്താണ് പെയിൻ്റ് അടിച്ചതെന്ന് പോലും അറിയില്ല, അത്ര ക്ലിയർ ആയിട്ടാണ് അടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ നമ്മളൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ മാരുതിയുടെ വാഹനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് താഴെ നമ്പർ കൊടുക്കേണ്ട, നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം. അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.